ഇന്നുണ്ടല്ലോ ഒത്തിരി നാൾ കൂടി ഒരു ഗോതമ്പട ഉണ്ടാക്കണമെന്നൊരു തോന്നൽ തോന്നിയേ. നേരത്തെ ഗോതമ്പട ദോശക്കല്ല പരത്തി ചുമ്മാ ദോശക്കല്ല പരത്തിയായിരുന്നു ഉണ്ടാക്കുന്നത്. ഇന്ന് എനിക്ക് തോന്നി ഒരുപാട് നാളായി എന്നാൽ ഇലക്കകത്ത് അട ഉണ്ടാക്കാമെന്ന്. ഞാൻ എന്തായാലും പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. വെന്ത ലക്ഷണമൊക്കെ ഉണ്ട്. ഒന്ന് പൊക്കിയെടുത്ത് നോക്കാവേ. വൈകിട്ട് കാപ്പിക്കൊരു ചായക്കൊരു കടിയാകും. നേരത്തെ കാലത്തെയൊക്കെ ഞങ്ങളിവിടെ ഗോതമ്പടയായിരുന്നു കേട്ടോ ഉണ്ടാക്കുന്നത് കാപ്പിക്ക്. കപ്പയൊക്കെ വേവിക്കാത്ത ദിവസം ഗോതമ്പട ഉണ്ടാക്കും. ദോശക്കല്ല പരത്തി തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് കൈ കൊണ്ട് പരത്തി അങ്ങനത്തെ. ഇപ്പം അങ്ങനെ കാപ്പിക്ക് ആ പരിപാടിയില്ല. ഇപ്പോഴല്ലേ ഇഡ്ഡലിയും ദോശയും വന്നത്, അതുകൊണ്ട് അതിപ്പോൾ അങ്ങനെ ഉണ്ടാക്കാറില്ലേ. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാക്കാമെന്ന്. എങ്ങനെയുണ്ടെന്നറിയില്ല. ഒന്ന് തുറന്നു നോക്കാം. നല്ല രസമുണ്ട്. ചൂടൊക്കെയാണ് അല്ലേ. ചായക്ക് മഴയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ നേരം പോകുമ്പോൾ ഒരു കടിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രസമില്ലേ. ഇപ്പം എണ്ണക്കടികളെല്ലാം കുറവാണേ. എല്ലാവരും എണ്ണ ഉപയോഗം കുറവാണ്. അതുകൊണ്ട് ഇതിനകത്ത് മധുരം വെക്കാത്തതും മധുരം വെച്ചതും ഉണ്ട് കേട്ടോ. അതിനാണോ മധുരം ഇഷ്ടമില്ലാത്ത പിള്ളേരും ഉണ്ട്. അതുകൊണ്ട് കുറച്ച് മധുരം വെക്കാതെ എടുത്തിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടോ എന്ന് പറയണേ. ഗോതമ്പ് കൊണ്ടാണ് നല്ല മയമൊക്കെ ഉണ്ട് കേട്ടോ. ഗോതമ്പിൻ്റെ കേട്ടോ നല്ല സോഫ്റ്റാണ് കേട്ടോ. ഉണ്ടോ നല്ല ചൂടുണ്ടേ. കുഞ്ഞു പിള്ളേരെ പോലെ കഴിക്കാൻ ധൃതിയാവുക. അടിപൊളിയാണ്. ഒരു തോന്നിയിട്ടുണ്ടാക്കിയതാ. നല്ല മയം. ശർക്കരയാണ്. ശർക്കരയും തേങ്ങ അകത്ത് വെച്ചാൽ ഉണ്ടാക്കിയ. ഒരുപാട് വെച്ചില്ല, ഒത്തിരി മധുരം ഇഷ്ടമല്ലാത്തതുകൊണ്ട്. ചായ കുടിക്കാം.